എൻ്റെ പേര് നൗഫിയ. ഞാൻ എൻ്റെ മകൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയാണ് ഇവിടെ വന്നത്. മോൻ്റെ സർജറിക്ക് വേണ്ടി ഒരുപാട് ഹോസ്പിറ്റലുകളിൽ നമ്മൾ തിരക്കിയായിരുന്നു. മോൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊണ്ട് ഇവിടെ വന്ന് ഡോക്ടറെ കാണിച്ച സമയത്ത് ഡോക്ടർ നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞ വാക്കുകൾ തന്നെ നമുക്ക് ആദ്യത്തെ ട്രീറ്റ്മെൻറ്റായിട്ട് തോന്നി. നമസ്കാരം, എൻ്റെ പേര് നൗഫിയ. ഞാൻ എൻ്റെ മകൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയാണ് ഇവിടെ വന്നത്. ലങ്സിൻ്റെ സർജറി ആയിരുന്നു. ഒത്തിരി ഹോസ്പിറ്റലുകളിൽ നമ്മൾ പോയി. ഇതിൻ്റെ മോൻ്റെ സർജറിക്ക് വേണ്ടി ഒരുപാട് ഹോസ്പിറ്റലുകളിൽ നമ്മൾ തിരക്കിയായിരുന്നു. തിരക്കിയ സമയത്തൊന്നും നമുക്ക് തൃപ്തികരമായിട്ടുള്ളൊരു ഹോസ്പിറ്റലിൽ നിന്നൊരു ഇത് കിട്ടിയിട്ടില്ല. അങ്ങനെ ഇവിടെ ഞങ്ങൾ വട്ടപ്പാറ SUTയിൽ അവിടെ അഡ്മിറ്റായിരുന്നു. ആ സമയത്താണ് ഇവിടുത്തെ ഹോസ്പിറ്റലിനെ കുറിച്ച് തിരക്കുന്നതും അറിയുന്നതും. പിന്നെ ഉണ്ണികൃഷ്ണൻ ഡോക്ടറെ കുറിച്ച് ഇതുപോലെ ഒരാൾ പറഞ്ഞു, ഇവിടെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഒരാൾ തന്നെ പറഞ്ഞു നല്ല ഡോക്ടറാണെന്നുള്ളത്. അങ്ങനെ ഇവിടെ വന്ന് മോൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊണ്ട് ഇവിടെ വന്ന് ഡോക്ടറെ കാണിച്ച സമയത്ത് ഡോക്ടർ നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞ വാക്കുകൾ തന്നെ നമുക്ക് ആദ്യത്തെ ട്രീറ്റ്മെൻറ്റായിട്ട് തോന്നി. സമാധാനത്തിലുള്ള ധൈര്യമായിട്ടിരിക്കാനും നമുക്ക് സർജറി ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നോക്കാമെന്നാണ് ആദ്യമേ പറഞ്ഞത്. പക്ഷെ ഇവിടെ വന്ന് മോനെ കാണണമെന്ന് പറഞ്ഞ് ഒന്നേന്ന് ട്രീറ്റ്മെൻറ്റ് ചെക്കപ്പുകൾ ചെയ്യണമെന്ന് പറഞ്ഞ് ചെയ്ത് നോക്കിയപ്പം സർജറി അത്യാവശ്യമാണ്. നേരത്തെ കണ്ടേക്കാളും മോശമായിട്ടുള്ള സ്ഥിതിയിലാണ് ഇരിക്കുന്നത്. അങ്ങനെ സർജറി ചെയ്യാനായിട്ടുള്ള ഡേറ്റ് ഞങ്ങൾ ബുധനാഴ്ചയാണ് ഇവിടെ വന്നതെല്ലാം ചെയ്യുന്നതും. വെള്ളിയാഴ്ച തന്നെ അതിൻ്റെ സർജറി ചെയ്യാനുള്ള ഡോക്ടർ പറഞ്ഞു. ബാക്കി ഡോക്ടേഴ്സ് എല്ലാം വന്ന് കണ്ടു. ഉണ്ണികൃഷ്ണൻ സാറാണ് ഇതിന് മെയിനായിട്ട് സർജറി ചെയ്യുന്ന ഡോക്ടർ. അതിൽ സോഫിയ മാഡം പൾമനോളജിസ്റ്റ്, പിന്നെ ബാക്കി മറ്റേ അനസ്തേഷ്യ ഡോക്ടേഴ്സ് എല്ലാവരും വന്ന് കണ്ട്. എല്ലാവരും ഇവിടുത്തെ എല്ലാ ഡോക്ടേഴ്സും നല്ല അത്രയും ഡോക്ടേഴ്സായാലും സ്റ്റാഫായാലും എല്ലാവരും അത്രയും നല്ല സഹകരണവും. നമ്മൾ എന്തുകൊണ്ടായാലും പട്ട SITയിൽ വന്നത് എന്തുകൊണ്ട് നല്ല രീതി തന്നെയാണ്. നമ്മളെ മോന് എന്തുകൊണ്ട് ഇങ്ങനെ തന്നെ കിട്ടുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിച്ചതല്ല. എന്തുകൊണ്ട് ഇതുവരെയും നല്ല ഇതായിട്ട് തന്നെ പോകണം. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ള നമ്മളെ സാറിന് ഉണ്ണികൃഷ്ണൻ സാറ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ സാറ് ഡോക്ടറായിട്ടല്ല, ശരിക്കും എൻ്റെ മോൻ ആ സർജറിയൊക്കെ കഴിഞ്ഞെങ്കിലും ഡോക്ടറെ കാണുന്നത് തന്നെ അവൻ്റെ അന്നേരം പകുതി അസുഖവും മാറേ. ഡോക്ടർ പോയി കഴിയുമ്പോഴത്തേക്കാണ് വീണ്ടും എന്തെങ്കിലും ബുദ്ധിമുട്ട് പറയുന്നത്. ഡോക്ടർ അവന് അത്രയും കംഫർട്ടായിട്ടുള്ളൊരു ആളായിരുന്നു. നമ്മൾ ഇതേ ഡോക്ടറെ കണ്ടിട്ടുമില്ലെന്ന് ആ മനുഷ്യന് ദൈവം അറിഞ്ഞ് ആയുസ് കൊടുക്കട്ടെ. ഡോക്ടറെ ചിലപ്പോൾ നമുക്ക് വേറെ പുറത്ത് പോയാൽ ഈ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടുമായിരിക്കും. പക്ഷേ ഒരു ഡോക്ടറെ സഹകരണം, ഒരു ഹോസ്പിറ്റലിൻ്റെ ഇതും നമ്മൾ ഒത്തിരി ഹോസ്പിറ്റലുകളിൽ പോയിട്ടുണ്ട്. പക്ഷേ ഈ ഹോസ്പിറ്റലിൽ കിട്ടിയ ഒരു സഹകരണവും സ്നേഹവും നമുക്ക് വേറെ എവിടെയും കിട്ടിയിട്ടില്ല. ഫുഡ് കൊണ്ടുവരുന്ന അവരെ പോലും അത്രയും നല്ലതായിരുന്നു സഹകരണം. നേഴ്സന്മാർ ICUലായിരുന്നാലും അവനെ റൂമിൽ കൊണ്ടുവന്നിട്ടായിരുന്നാലും എല്ലാം നല്ല. ഇവിടുത്തെ ബ്രദർ പിന്നെ നമുക്ക് എടുത്ത് ഏറ്റവും പറയാനുള്ളത് ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ കാര്യം തന്നെയാണ്. ഡോക്ടർ ആദ്യത്തെ വാക്കുകൾ അത്രയും നമ്മളെ ജീവിതത്തിൽ കാര്യം അത്രയും മാനസികാവസ്ഥയിൽ കൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്. അത്രയും ഇവിടെ വരുന്ന 6ാമത്തെ ഹോസ്പിറ്റലായിട്ടാണ് ഇവിടെ വരുന്നത്. ഇവിടെ എന്തുകൊണ്ട് ആ ഡോക്ടർ ഇവിടെ വന്ന് ഞാനാണ് പറഞ്ഞത് എൻ്റെ മോനെ എന്തായാലും ഈ സാറിനെ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഇതുവരെയ്ക്കും നല്ലത്. ഇപ്പം മോന് എന്തുകൊണ്ട് നല്ല ഇതായി. ഇനിയിപ്പോൾ 3 മാസം കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് സാറ് പറഞ്ഞു. പട്ട SUT ഹോസ്പിറ്റലിൽ വന്ന് എൻ്റെ മോൻ്റെ സർജറി കഴിഞ്ഞ് ഇന്ന് 15-16 ദിവസമായി. നല്ല റിസൾട്ടാണ്. ഞങ്ങൾ വന്നതിൽ ഞങ്ങൾക്ക് ഒരു ശകലം പോലും പാളിപ്പോയി വേണ്ടായിരുന്നു, അല്ലെങ്കിൽ വേറൊരു ഹോസ്പിറ്റലിൽ നോക്കാമായിരുന്നെന്ന് ഇതുവരെയും തോന്നിയിട്ടില്ല. പ്രത്യേകിച്ച് ഉണ്ണികൃഷ്ണൻ സാറ്, പിന്നെ അതുപോലെയുള്ള ബാക്കി ഡോക്ടേഴ്സ്, ഇവിടുത്തെ എല്ലാം. ഇന്ന് നമ്മൾ ഇത്രയും ദിവസം കഴിഞ്ഞ് വന്നിട്ട് നമ്മളെ കണ്ടും കൊണ്ട് ഓടി വന്ന് ശരി ക്യാൻറ്റീൻ സ്റ്റാഫ് ആയാലും ക്ലീനിങ് ആയാലും ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് പോലും അത്ര നല്ല ഇതാണ് നമുക്ക് പറയാനുള്ള. പിന്നെ എല്ലാവർക്കും നന്ദി.